ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അർജുൻ, നീ അവനെ ഉപദ്രവിച്ചത് അവനെ നിനക്ക് അറിയുന്നതല്ലേ? ദേഷ്യം കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കാനാവില്ല. കുറച്ചുകൂടി ശാന്തനായിരിക്കണ്ടേ? പ്രയാഗ പതിയെ പറഞ്ഞു. ഞാൻ ഈ പ്രശ്നം പരിഹരിക്കും, നീ വിഷമിക്കണ്ട. ഗൗതമന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനുണ്ട് കൂടെ, അർജുൻ ഉറച്ചു പറഞ്ഞു. നീ ഇവളെ സംരക്ഷിക്കുമെന്നോ? നിന്നെപ്പോലൊരു കിഴങ്ങനെ കൊണ്ട് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? രേണുകാദേവി പരിഹാസത്തോടെ ചോദിച്ചു. അർജുൻ ദേഷ്യത്തോടെ രേണുകയെ നോക്കിയതും ദേഷ്യം കൊണ്ട് ചുവന്ന അവന്റെ കണ്ണുകൾ അവരെ ഭയപ്പെടുത്തി. അവനിൽ എന്തോ മാറ്റം അവൾ വ്യക്തമായി അനുഭവിച്ചു. പെട്ടെന്ന് കണ്ണുകൾ അടച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ച ശേഷം അർജുൻ പ്രയാഗയെ നോക്കി. ഞാനാണ് ഇനി മുതൽ നിനക്ക് കാവൽ. നിനക്കും കുടുംബത്തിനും ഒരു പ്രശ്നവും വരാതിരിക്കാൻ ഞാൻ നോക്കിക്കൊള്ളാം, അർജുൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അവന്റെ വാക്കുകൾ പ്രയാഗയ്ക്ക് അല്പം സമാധാനം നൽകി. അതേസമയം ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസിന്റെ സെന്ററായ ശ്രാവണ ടവേഴ്സിൽ എംപ്ലോയീസ് എല്ലാം എന്തോ ടെൻഷനിലായിരുന്നു. എന്തോ കാര്യമായി സംഭവിക്കാൻ പോകുന്നു എന്ന ആശങ്ക അവരുടെ മുഖത്ത് പ്രകടമാണ്. അന്ന് ശ്രാവണ ഗ്രൂപ്പിന്റെ എല്ലാ ഡയറക്ടർമാരും മീറ്റിംഗ് ഹാളിൽ അടിയന്തര യോഗത്തിന് എത്തിയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. കമ്പനിയുടെ ഓഹരികളെല്ലാം പെട്ടെന്ന് ഇടിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്താ ഒരു ദിവസം കൊണ്ട് ഇത്രയും ലോസ്? എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. അതിന്റെ കാരണം കണ്ടുപിടിക്കാനാണ് എല്ലാവരും തിടുക്കത്തിൽ ഒത്തുകൂടിയത്. നമ്മുടെ ഇടപാടുകാരിൽ നിന്നെല്ലാം കോളുകൾ വരുന്നുണ്ട്. നമ്മളുമായുള്ള ബിസിനസ് വേണ്ടെന്ന് അവർ പറയുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ നമ്മൾ അറിയാതെ? എന്തുകൊണ്ടാണ് നമ്മുടെ ഓഹരി മൂല്യം ഇത്രയും പെട്ടെന്ന് ഇടിഞ്ഞത്? മാധവൻ വെപ്രാളത്തോടെ ചോദിച്ചു. മൈത്രേയൻ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ട് സൈലൻസ് പറഞ്ഞു. ആരും ടെൻഷനാകണ്ട. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു പരിഹാരവുമുണ്ട് എന്നാണ്. നമുക്കൊന്ന് ആലോചിക്കാം, അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. വർഷങ്ങളായി ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ചുമതല മൈത്രേയനാണ് വഹിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം അയാൾ മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറുതല്ലാത്തൊരു ഭയം അയാൾക്കുള്ളിലുണ്ട്. അപ്പോഴാണ് സെക്രട്ടറി കുറച്ച് പേപ്പറുകൾ എടുത്ത് കോൺഫറൻസ് ഹാളിലേക്ക് വന്നത്. പറയൂ, ഇന്ന് എത്ര പേര് തങ്ങളുടെ ഓഹരികൾ വിറ്റു? അതുമൂലം നമ്മുടെ കമ്പനിക്ക് എത്രമാത്രം നഷ്ടമുണ്ടായി? മൈത്രേയൻ ചോദിച്ചു. സെക്രട്ടറി ആ പേപ്പറുകളെല്ലാം കണ്ടിട്ട് പറഞ്ഞു. നമ്മുടെ കമ്പനിയുടെ ഓഹരി മൂല്യം ഇന്ന് 50% കുറഞ്ഞു. അത് കാരണം ചെറുകിട ഓഹരി ഉടമകൾ പേടിച്ച് ഓഹരികൾ ഉടൻ വിറ്റു. അതുകൂടാതെ നമ്മുടെ 12-ലധികം സ്വർണ്ണക്കടകൾ പൂട്ടി. ഇന്ന് അസോസിയേഷൻ ഓഫ് ജ്വല്ലറി കോമേഴ്സും ജനറൽ ചേംബർ ഓഫ് കോമേഴ്സും നമ്മുടെ ജ്വല്ലറി ഗ്രൂപ്പുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. സെക്രട്ടറി ശബ്ദം താഴ്ത്തി പതുക്കെ പറഞ്ഞു. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഞെട്ടി. അധ്യായം 5. മൈത്രേയനും മാധവനും ഒരേ സമയം പാപ്പരായതോടെ ഓഹരി ഉടമകളെല്ലാം ആശങ്കയിലായി. എന്താണിത് മിസ്റ്റർ മൈത്രേയൻ? മാർക്കറ്റിൽ ഇത്രയും വലിയ ഇടിവ്? താൻ ഇന്നലെ പറഞ്ഞത് ഷെയർ വാല്യൂ കൂടുമെന്നല്ലേ? അപ്പോൾ താൻ ഞങ്ങളോട് നുണ പറഞ്ഞതാണോ? ഡയറക്ടർ ബോർഡിലെ ഒരു മുതിർന്ന അംഗം മൈത്രേയനോട് ചോദിച്ചു. നമ്മുടെ ഓഹരികൾ ഇങ്ങനെ കുറയുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മളുമായി കരാർ ഒപ്പിട്ട എല്ലാ കമ്പനികളും അവരുടെ കരാർ ക്യാൻസൽ ചെയ്തു. ഇനി റോ മെറ്റീരിയൽ സ്റ്റോക്കും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊരാളും എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. I think there must be a personal reason behind the company's current state. മിസ്റ്റർ മൈത്രേയൻ, മിസ്റ്റർ മാധവൻ, ഇപ്പോൾ കമ്പനി ഈ അവസ്ഥയിലേക്ക് വരാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുക്കണം. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് നിങ്ങൾ ഞങ്ങൾക്ക് വിശദീകരണവും നൽകണം. ഡയറക്ടർ ബോർഡിലുള്ള ഒരു ലേഡി എഴുന്നേറ്റ് നിന്ന് രൂക്ഷമായി പറഞ്ഞു. അത് കേട്ടതും മൈത്രേയന്റെയും മാധവന്റെയും മുഖം വിളറി. ഒറ്റ ദിവസം കൊണ്ട് കമ്പനി ഇങ്ങനെ തകരാൻ എന്ത് തെറ്റാണ് തങ്ങൾ ചെയ്തതെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. മാധവ, നീ എന്തെങ്കിലും സൊല്യൂഷൻ കാണുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ കൺമുന്നിലുള്ള പ്രശ്നത്തിന്റെ പിന്നിൽ ആരുടെയോ ഇടപെടലുണ്ട്, എനിക്ക് ഉറപ്പാണ്. അല്ലാതെ ഇതുപോലൊരു ലോസ് ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല, മൈത്രേയൻ പറഞ്ഞു. യെസ്, ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിക്ക് ഈ പ്രശ്നം എങ്ങനെയുണ്ടായെന്ന് കണ്ടെത്തലാണ്. അതിനുശേഷം നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം, മാധവൻ പറഞ്ഞു. തങ്ങൾക്കെതിരെ പ്രവർത്തിച്ച തങ്ങൾ അറിയാത്ത ശത്രു ആരാണെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് മനസ്സിലായില്ല. അതിനെല്ലാം പുറമെ ശ്രാവണ ഗ്രൂപ്പിനെ തകർത്ത് കളയാൻ മാത്രം ആർക്കാണ് ഇത്രയും ധൈര്യം എന്നാണ് മറ്റുള്ളവർ ആലോചിച്ചത്. കൃത്യം അതേ സമയം തന്നെ മറ്റൊരാൾ കണ്ണട ശരിയാക്കിക്കൊണ്ട് ധൃതിയിൽ കോൺഫറൻസ് ഹാളിലേക്ക് വന്നു. സർ, രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ സെക്രട്ടറി ആനന്ദ് നമ്മുടെ കമ്പനിയെ കുറിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെയിൽ ചെയ്തിട്ടുണ്ട്.
അയാൾ പറഞ്ഞു. രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ പേര് കേട്ടതും അവിടെ ഇരുന്ന് എല്ലാവരും ഞെട്ടി. അയാൾക്കെന്താ നമ്മളോട് സംസാരിക്കാനുള്ളത്? മൈത്രേയൻ അത്ഭുതപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും വളരെ ആശങ്കാകുലരായി കാണപ്പെട്ടു. അവൻ എന്താവും സംസാരിക്കാനുള്ളത്? എന്നോടാണോ മാധവനോടാണോ? അല്ലെങ്കിലും ശ്രാവണ ഗ്രൂപ്പിന് രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസുമായി എന്ത് ബന്ധം? മൈത്രേയൻ ആലോചിച്ചു. നിനക്ക് അവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അയാൾ മാധവനോട് ചോദിച്ചു. ഇല്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷെ നമ്മുടെ ഓഹരികൾ ഇടിഞ്ഞ് ഈ ദിവസം തന്നെ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അണിയറയിൽ നമ്മൾക്കെതിരെ കാര്യമായി എന്തോ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മാധവൻ പുരികം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ബിസിനസ് മേഖലയിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. കൂടുതൽ ചിന്തിക്കുന്തോറും ശ്രാവണ ഗ്രൂപ്പിനെ പൂർണ്ണമായും പാപ്പരാക്കിയത് അവർ തന്നെയാണെന്ന് അവിടെയുള്ളവർ അനുമാനിച്ചു. ശരി, ഫോൺ ഇവിടെ കണക്ട് ചെയ്യേ. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നമുക്ക് പിന്നീട് ഒരു തീരുമാനത്തിലെത്താം, മൈത്രേയൻ പറഞ്ഞു. സെക്രട്ടറി കോൾ കണക്ട് ചെയ്തു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിലും എല്ലാവർക്കും അതിൽ ഓഹരിയുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടെ മാത്രമേ എന്ത് തീരുമാനവും എടുക്കാനാവൂ. മൈത്രേയൻ നല്ല ടെൻഷനിലായിരുന്നു. സെക്രട്ടറി കോൾ കണക്ട് ചെയ്തപ്പോൾ തന്നെ മൈത്രേയൻ എടുത്ത് ഹലോ പറഞ്ഞു. മിസ്റ്റർ മൈത്രേയൻ അല്ലേ? മറുവശത്തു നിന്നും ഒരു ശബ്ദം കേട്ടു. അതെ. മൈത്രേയൻ അല്പം ഭയത്തോടെ പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ശ്രാവണ ടവേഴ്സിലെ മീറ്റിംഗ് ഹാളിൽ ഒരു കോൺഫറൻസ് ഉണ്ടാകും. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡയറക്ടർമാരും ആ യോഗത്തിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ അനുജന്റെ മകൻ ഗൗതം നിർബന്ധമായി മീറ്റിംഗിൽ ഉണ്ടായിരിക്കണം, സെക്രട്ടറി ആനന്ദ് പറഞ്ഞു. മൈത്രേയന്റെ മുഖം വിളറി. തന്റെ സാമ്രാജ്യം നഷ്ടപ്പെട്ടതിന്റെ വേദന അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാണ്. ഫോൺ ലൗഡ് സ്പീക്കറിലായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മകന്റെ പേര് കേട്ടപ്പോൾ മാധവന് വല്ലാത്ത നാണക്കേട് തോന്നി. എല്ലാ ഡയറക്ടർമാരും മാധവനെ ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഗൗതം എന്ന പേര് ഉയർന്നു വന്നതോടെ ഇതിനെല്ലാം കാരണം അവനാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും തോന്നി. രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന് അവർ ആഗ്രഹിക്കുന്നതൊക്കെ നടത്തിക്കാൻ കഴിയും. മൈത്രേയനും കൂട്ടർക്കും എന്നല്ല, ആർക്കും അവരെ എതിർക്കാൻ കഴിയില്ല. ഗൗതം ആ രാജമന്ദ്ര ഗ്രൂപ്പിനെതിരായി എന്തോ ചെയ്തു, അതാണ് എല്ലാത്തിനും കാരണം എന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാ ഷെയർ ഹോൾഡർമാരും പാലക്കൽ കുടുംബാംഗങ്ങളും മീറ്റിംഗിൽ പങ്കെടുക്കാൻ മൈത്രേയൻ ഉത്തരവിട്ടു. അധികം സമയമില്ലാത്തതിനാൽ എല്ലാവരും തിരക്കിട്ട് അവിടെ എത്തി. ഗൗതമും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സമയം 3 മണിയായി. കോൺഫറൻസ് ഹാളിൽ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. സ്ഥിതി വളരെ സംഘർഷഭരിതമാണ്. ഫോൺ ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടും രാജമന്ദ്ര ഗ്രൂപ്പിൽ നിന്നും ആരും അവിടേക്ക് വന്നില്ല. മീറ്റിംഗ് ഹാളിന് പുറത്തുള്ള ഇടനാഴിയിൽ രാജമന്ദ്ര ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ആളുകൾക്കായി മൈത്രേയനും മാധവനും കാത്തുനിൽപ്പുണ്ടായിരുന്നു. എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും വിളിച്ചു ചോദിക്കാനുള്ള ധൈര്യം പോലും അവർക്കില്ല. ഏട്ടാ, നമുക്ക് അങ്ങോട്ടേക്ക് വിളിച്ചാലോ? ശരിക്കും അവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയണ്ടേ? ഓഹരി ഉടമകളെല്ലാം ഏറെ നേരമായി കാത്തിരിക്കുകയാണ്. അവരെ ഇങ്ങനെ കാത്തിരിപ്പിക്കുന്നത് വളരെ നാണക്കേടാണ്, മാധവൻ പറഞ്ഞു. അങ്കിളെ, ഇപ്പൊ എല്ലാവരും പറഞ്ഞേക്കാന്ന് തോന്നുന്നു. രാജമന്ദ്ര ഗ്രൂപ്പിൽ നിന്നുള്ള ആൾ മീറ്റിംഗ് ഹാളിൽ വരുമ്പോൾ എല്ലാവരും വീണ്ടും വിളിക്കാം. ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, രാഹുൽ പറഞ്ഞു. വേണ്ട രാഹുൽ, നമ്മൾ അവരെ കാത്തിരുന്നേ മതിയാവും. എന്തോ ഇഷ്യൂ ഉണ്ട്, മൈത്രേയൻ പറഞ്ഞു. എന്താ ഇത്? എത്ര നേരം ഇനിയും കാത്തിരിക്കണം? അവിടെ നിന്ന് ആരെങ്കിലും വരുമോ? എന്തിനാ ജനറൽ മാനേജറായ എന്നോട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പ്രത്യേകം പറഞ്ഞത്? ഗൗതമിന് കാത്തിരിക്കാനുള്ള ക്ഷമ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സ് ഒക്കെ അവരുടെ സെക്രട്ടറിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ത് ബോറായ കാര്യമാണ്. ഗൗതം വളരെ അക്ഷമനായി പറഞ്ഞു. മിണ്ടാതിരിക്കുക ഗൗതം, അവരെ കുറിച്ച് നിനക്ക് എന്തറിയാം? അവരുടെ പേര് പറഞ്ഞാൽ തന്നെ ബിസിനസ് മേഖലയിൽ ചലനങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള അവർ നിന്നോട് വരാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തിരിക്കണം. നീ കാരണമാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായതെങ്കിൽ ബാക്കി ഞാനിപ്പോ പറയുന്നില്ല, മാധവൻ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. ഈ കാര്യം ഇതിനകം അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ട്. കോൺഫറൻസ് ഹാളിൽ സെൻട്രലൈസ്ഡ് AC ഉണ്ടായിരുന്നിട്ടും എല്ലാവരും ടെൻഷൻ കൊണ്ട് വിയർക്കുകയായിരുന്നു. പെട്ടെന്നൊരു യുവാവ് തന്റെ 2 അഭിഭാഷകർക്കൊപ്പം കോൺഫറൻസ് ഹാളിലേക്ക് പ്രവേശിച്ചു. ഹായ് ഓൾ, ഞാൻ ആനന്ദ്. ഇപ്പോൾ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസിനെ ഏറ്റെടുക്കുന്നതിനാണ് ഞാൻ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്, ആനന്ദ് പറഞ്ഞു. എല്ലാവരും നിശബ്ദരായി നോക്കി നിൽക്കുകയാണ്. അതുപോലെ ശ്രാവണ ഗ്രൂപ്പിന്റെ പുതിയ ചെയർമാൻ ഇനി മുതൽ ഞാനാണ്, അവൻ സമാധാനത്തിൽ പറഞ്ഞുകൊണ്ട് ആ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. പാലക്കിൽ നീലകണ്ഠൻ ജീവിച്ചിരുന്ന കാലത്ത് അയാളായിരുന്നു ചെയർമാൻ.
അദ്ദേഹത്തിന്റെ മരണശേഷം ആ സീറ്റിലിരിക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അന്നു മുതൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. മൈത്രേയനും മാധവനും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായിരുന്നെങ്കിലും ചെയർമാൻ ആവാൻ ആരും ധൈര്യം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചെയർമാന്റെ സീറ്റിൽ പുറത്തു നിന്നൊരാൾ വന്നിരുന്നത് അവിടെയുള്ള ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ രാജമന്ദ്ര ഗ്രൂപ്പിനെതിരെ സംസാരിക്കാൻ ആർക്കും ധൈര്യമില്ല. അതിനാൽ അവർ മിണ്ടാതെ നിന്നു. എല്ലാവരുടെയും മുഖത്ത് വേദന നിഴലിച്ചപ്പോൾ ആനന്ദ് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോഴും സിറ്റുവേഷൻ മനസ്സിലായില്ല അല്ലേ? ഡോണ്ട് വറി, ഞാൻ വിശദീകരിക്കാം. നിലവിൽ ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസിന്റെ 55% ഓഹരികൾ എന്റെ കയ്യിലാണ്. കൂടാതെ 20 ജ്വല്ലറി നിർമ്മാണ കേന്ദ്രങ്ങളും മറ്റ് 30 കടകളും പൂർണ്ണമായും എന്റെ നിയന്ത്രണത്തിലാണ്. അതിനാൽ ചെയർമാൻ സ്ഥാനം ഞാൻ ഏറ്റെടുക്കുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവുമെന്ന് കരുതുന്നില്ല. ആനന്ദ് ഗൗരവത്തോടെ പറഞ്ഞു. ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവരും നിശബ്ദരായി നോക്കി നിൽക്കുകയാണ്. അതിനിടയിൽ അവന്റെ അഡ്വക്കേറ്റ് എല്ലാവർക്കും ചില പേപ്പറുകൾ കൊടുത്തു. അതെന്താണെന്ന സംശയത്തിൽ എല്ലാവരും ആനന്ദിനെ നോക്കി. കമ്പനി ഞാൻ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട രേഖകളാണതെല്ലാം. പ്ലീസ് ഗോ ത്രൂ വൺസ്, ആനന്ദ് പറഞ്ഞു. കമ്പനിയുടെ എല്ലാ ഡയറക്ടർമാരും ഗൗരവത്തോടെ ആ പേപ്പറുകൾ വായിക്കാൻ തുടങ്ങിയതും ആരാണ് ഇവിടെ ഗൗതം മാധവ്? ആനന്ദ് ചോദിച്ചു. ഞാനാണ് ഗൗതം. നിനക്കെന്താ എന്നെ കൊണ്ട് ആവശ്യം? ഗൗതം പരിഹാസത്തോടെ പറഞ്ഞു. ഓ, നിന്റെ കമ്പനി ഞാൻ വാങ്ങിച്ചിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല അല്ലേ? അവന്റെ സംസാരം ഇഷ്ടപ്പെടാത്ത ആനന്ദ് കയ്യിലുണ്ടായിരുന്ന സ്ട്രെസ് ബോൾ ശക്തിയിൽ അവന് നേരെ എറിഞ്ഞു. ബോൾ അവന്റെ വയറ്റിൽ കൊണ്ടതും അവൻ കഴിച്ച ഭക്ഷണം എല്ലാം പുറത്തേക്ക് വന്നുപോയി. ഗൗതം ദേഷ്യം കൊണ്ട് പുകഞ്ഞ് ആനന്ദിനെ നോക്കി. പക്ഷെ ഒരു വാക്കുപോലും പറയാൻ അവന് കഴിഞ്ഞില്ല. അവനൊന്നും മനസ്സിലായില്ല. ആനന്ദ് എന്തിനാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് അവൻ ചിന്തിച്ചത്. എനിക്ക് നിങ്ങളോടെല്ലാം നമ്മുടെ ഡീലിനെ കുറിച്ച് സംസാരിക്കണം. ബിഫോർ ദാറ്റ്, ഈ ഫ്ലോർ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് വൃത്തിയാക്കിയാൽ നന്നായിരിക്കും, ആനന്ദ് പരിഹാസത്തോടെ പറഞ്ഞു. ശരി മിസ്റ്റർ ആനന്ദ്, ഞാൻ വേഗം ക്ലീനിങ് സ്റ്റാഫിനെ വിളിക്കാം, മാധവൻ പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാൻ തുടങ്ങിയതും ആരാണ് വൃത്തികേടാക്കിയത് അവരാണ് അത് വൃത്തിയാക്കേണ്ടത്. സോ ഗൗതം, ആദ്യം ഈ ഫ്ലോർ ക്ലീൻ ചെയ്യൂ, എന്നിട്ട് സംസാരിക്കാൻ ബാക്കി, ആനന്ദ് അവനോട് ആജ്ഞാപിച്ചു. ഗൗതമിനെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് മാധവനും മൈത്രേയനും തോന്നിയെങ്കിലും അങ്ങനെ ചെയ്താൽ ആനന്ദിന്റെ ദേഷ്യം കൂടിയേക്കാമെന്നോർത്ത് അവർ നിശബ്ദരാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആനന്ദ് രൂക്ഷമായ നോട്ടത്തോടെ പറഞ്ഞു. രാജമന്ദ്ര ഗ്രൂപ്പ് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി. മിസ്റ്റർ ആനന്ദ്, പ്ലീസ്, അവൻ ചെറുപ്പമാണ്. അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഗൗതമനെ വെറുതെ വിട്ടൂടെ? മാധവൻ അവനോട് അപേക്ഷിച്ചു. പക്ഷെ ആനന്ദ് അയാൾ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. മിസ്റ്റർ ഗൗതം, ഇനിയും ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല എങ്കിൽ നാളെ മുതൽ നീയും നിന്റെ കുടുംബക്കാരും ശ്രാവണ ടവേഴ്സിൽ വരേണ്ടതില്ല. ഗോൾഡ് ഫാക്ടറികളുമായും ജ്വല്ലറികളുമായും നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. എന്റെ സ്പെഷ്യൽ ടീമിനെ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ നിയമിക്കും. അവരെല്ലാം ശരിയാക്കിക്കൊള്ളും. ആനന്ദ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. രാജമന്ദ്ര ഗ്രൂപ്പിന്റെ ഡയറക്ടറുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് ആനന്ദ്. വളരെ കാലമായി അവിടുത്തെ വിശ്വസ്തനായ ജീവനക്കാരൻ. അവൻ എല്ലാ കാര്യത്തിലും തന്റെ മികവ് തെളിയിച്ചാണ് ആ സ്ഥാനത്തിരിക്കുന്നത്. ആനന്ദിന്റെ വാക്കുകൾ കേട്ട് മാധവന്റെ മുഖം വിളറി. അയാളുടെ ശരീരം മുഴുവൻ ഭയത്താൽ വിറച്ചു. തന്റെ മകൻ കാരണം ബിസിനസ് എല്ലാം നഷ്ടമാകുന്നത് അയാൾക്ക് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. സ്വത്ത്, പണം, പദവി, വില്ലകൾ, കാറുകൾ, ഫാക്ടറികൾ എല്ലാം നഷ്ടപ്പെട്ട് റോഡിലിറങ്ങി പിച്ച തെണ്ടേണ്ട അവസ്ഥ വരും. ഇതെല്ലാം ആലോചിച്ച് മൈത്രേയനും മാധവനും വിറച്ചു. ഗൗതം, നീ എന്താ എങ്ങനെ നിൽക്കുന്നത്? ചെയർമാൻ എന്ത് പറയുന്നോ അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വേഗം അത് ക്ലീൻ ചെയ്യേ, മാധവൻ ഗൗതമിന്റെ കരണത്തടിച്ചുകൊണ്ട് പറഞ്ഞു. മാധവന്റെ 5 വിരലും ഗൗതമിന്റെ കരണത്ത് ഭംഗിയായി തെളിഞ്ഞു വന്നു. അച്ഛാ, ഗൗതം എന്തോ പറയാൻ പോവുകയായിരുന്നു. പക്ഷേ അതിനവന് കഴിഞ്ഞില്ല. ഗൗതമിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടേയിരുന്നു. ഇത്രയും നാണക്കേട് നേരിടാൻ താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവൻ സ്വയം ചിന്തിച്ചു. തന്റെ കുടുംബാംഗങ്ങൾക്കും ഡയറക്ടർ ബോർഡിലുള്ളവർക്കും മുന്നിൽ തറ വൃത്തിയാക്കുന്നത് വളരെ അപമാനകരമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവനിൽ ആനന്ദിനോടുള്ള വെറുപ്പ് വളർന്നു വന്നു. തല ഉയർത്തി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി ഗൗതം. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഗൗതമിന്റെ കവിളിൽ മാധവൻ ഒന്നുകൂടി അടിച്ചു. നോക്കി നിൽക്കാതെ പറഞ്ഞത് ചെയ്ടാ, അതോ നീ ഞങ്ങളെ പാപ്പരാക്കാൻ നോക്കുകയാണോ?
അയാൾ ചോദിച്ചു. അച്ഛന്റെ വാക്കും മറ്റുള്ളവരുടെ മുന്നിൽ ഏറ്റ അപമാനവും അവനെ വല്ലാതെ തകർത്തു. വേറെ വഴിയില്ലാതെ അവൻ തറ തുടയ്ക്കാൻ തുടങ്ങി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ട് പാലക്കൽ കുടുംബാംഗങ്ങളെല്ലാം കണ്ണീരൊഴുക്കി. പുതിയ ചെയർമാൻ ആനന്ദിന്റെ ദേഷ്യം വളരെ മോശമായിരിക്കുമെന്ന് അപ്പോൾ മാത്രമാണ് അവർ മനസ്സിലാക്കിയത്. തങ്ങളുടെ കുടുംബ ബിസിനസ് രാജമന്ദ്ര ഗ്രൂപ്പിന്റെ കൈകളിലെത്താനുള്ള പ്രധാന കാരണം ഗൗതം ആയതിനാൽ അവനെ ഏറ്റ അപമാനമോർത്ത് ആർക്കും സഹതാപം തോന്നിയില്ല. ഗൗതം അവിടെ തറ വൃത്തിയാക്കുന്ന സമയം മാധവനോട് കമ്പനിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ആനന്ദ് തീരുമാനിച്ചു. അധ്യായം 6. അപ്പോ ഞാൻ തന്ന പേപ്പറുകൾ എല്ലാവരും വായിച്ചല്ലോ? ആനന്ദ് എല്ലാവരോടും ചോദിച്ചു. അവന്റെ ചോദ്യത്തിന് എല്ലാവരും തലയാട്ടി. രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് നിങ്ങളുടെ ബിസിനസ് ഏറ്റെടുത്തു കഴിഞ്ഞു. അതിനെക്കുറിച്ചാണ് ആ ഡോക്യുമെന്റ്സിൽ ഉള്ളത്. പിന്നെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ ഷെയർസ് ഒന്നും നഷ്ടാകില്ല. ഞങ്ങളിത് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇനി മുതൽ ഈ കമ്പനിയിൽ ലാഭം മാത്രമേ ഉണ്ടാകൂ. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. ആനന്ദ് എല്ലാവരോടുമായി പറഞ്ഞു. അവർ ഏറ്റെടുത്തത് ഒരിക്കലും തങ്ങളുടെ ബിസിനസ് നശിപ്പിക്കാനല്ല എന്ന് ഇതിനോടകം എല്ലാവർക്കും ബോധ്യമായിരുന്നു. കൂടാതെ അവർ സ്ഥാപിച്ച നിയമങ്ങളും മാറ്റങ്ങളും ഷെയറുകളെ ബാധിക്കില്ല എന്നതും മുൻപത്തെക്കാളും ഗ്രോത്ത് ഉണ്ടാകുമെന്നതും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കമ്പനി ഏറ്റെടുക്കുന്നതിൽ അവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പുതിയ ചെയർമാൻ ആനന്ദിന്റെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. ഡയറക്ടർമാരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എല്ലാവരും അതിനെ കൈയടിച്ച് അംഗീകരിച്ചു. ആനന്ദിന്റെ നേതൃത്വവും അവർ അംഗീകരിച്ചു. കമ്പനിയിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. രാജമന്ദ്ര ഗ്രൂപ്പിൽ അംഗമായ ആനന്ദ് വഴി കമ്പനി നന്നായി വളരുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചു. അതേ ദിവസം വൈകുന്നേരം 6 മണിക്ക് ശേഷം അർജുന്റെ ജ്യൂസ് കടയിൽ ആനന്ദ് അർജുനോട് ശ്രാവണ ടവേഴ്സിൽ അന്ന് നടന്ന മീറ്റിംഗിന്റെ വിശദാംശങ്ങൾ പറയുകയായിരുന്നു. അർജുൻ അവന് മുന്നിലെ ചെയറിലിരുന്ന് ലാപ്ടോപ്പിൽ ആ മീറ്റിംഗിൽ എടുത്ത വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. ഗ്രേറ്റ് ആനന്ദ്, ഞാൻ പറഞ്ഞ വർക്ക് നീ നന്നായി തന്നെ ചെയ്തു. വീഡിയോ ക്ലോസ് ചെയ്തുകൊണ്ട് അർജുൻ അവനെ അഭിനന്ദിച്ചു. താങ്ക് യു സർ. സാർ പറയുന്നതെല്ലാം ചെയ്യേണ്ടത് എന്റെ കടമയാണ്. ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആനന്ദ് വിനയത്തോടെ പറഞ്ഞു. തന്റെ മുകളിലുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് ആനന്ദിന് നന്നായി അറിയാം. അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഇനി രാജമന്ദ്ര ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് വരേണ്ടി വരില്ല എന്ന് അവന് നല്ല ബോധ്യമുണ്ട്. ചെറിയൊരു പിഴവ് പോലും അവന്റെ ജോലി നഷ്ടപ്പെടുത്തിയേക്കാം. അർജുൻ സർ, സാർ പറഞ്ഞതുപോലെ ശ്രാവണ ഗ്രൂപ്പ് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു. പാലക്കൽ മൈത്രേയന്റെ കുടുംബത്തിന് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പക്ഷെ ഇയാളുടെ മരുമകനാകാൻ പോകുന്ന രാഹുലിന്റെ കുടുംബം വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. ചിലപ്പോൾ അവർ ഇവരെ സഹായിച്ചേക്കും. അതുകൊണ്ട് രാഹുലിന്റെ ഫാമിലിയെയും തകർക്കാനുള്ള പ്ലാൻ റെഡിയാക്കണ്ടേ സാർ? ആനന്ദ് ചോദിച്ചു. ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യമില്ല. നിരവധി ബിസിനസ് ടീമുമായി ശ്രാവണ ഗ്രൂപ്പിന് നല്ല സൗഹൃദമുണ്ട്. അതിനാൽ തന്നെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് കരകയറാൻ കഴിയും. നീ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ഒരു ബ്രദർ ഇല്ലേ, പാലക്കൽ മഹാദേവൻ, അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ശ്രാവണ ഗ്രൂപ്പിന്റെ എല്ലാ ഷെയർ ഹോൾഡർമാർക്കും ലഭിക്കുന്ന അതേ ഷെയർ പാലക്കൽ മഹാദേവനും കിട്ടണം, അവൻ പറഞ്ഞു. അർജുൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസ് സ്വന്തമാക്കിയത്. അതിൽ പ്രയാഗയുടെ അച്ഛന്റെ ജ്വല്ലറി ഫാക്ടറിയും ഉൾപ്പെടും. ഇതുവഴി അവരുടെ പ്രശ്നങ്ങൾ മാറ്റണം എന്ന ലക്ഷ്യവും അതിന്റെ പുറകിലുണ്ടായിരുന്നു. എല്ലാം സാർ പറയുന്ന പോലെ ചെയ്യാം. സാർ, ഒരു സംശയം. ഈ പറഞ്ഞ പാലക്കൽ മഹാദേവനെ ബോർഡ് മെമ്പറാക്കി നല്ലൊരു പൊസിഷൻ കൊടുക്കട്ടെ? ആനന്ദ് ചോദിച്ചു. തൽക്കാലം ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. ഇങ്ങോട്ടൊന്നും പറയണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അർജുൻ തന്റെ ടോൺ ഒന്ന് മാറ്റി അവനോട് പറഞ്ഞു. സോറി സാർ. തനിക്ക് പറ്റിയ അബദ്ധമോർത്ത് ആനന്ദിന്റെ മുഖത്ത് ഒരു ജാള്യത നിറഞ്ഞു. അർജുനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അവന്റെ പ്രീതിക്കായി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അവൻ. ആനന്ദിന്റെ അതിരുകടന്ന ആത്മാർത്ഥതയും ചമ്മിയ മുഖഭാവവും കണ്ട് അർജുന് ചിരി വന്നു. അത് വിട്. കമ്പനിയിലേക്ക് നല്ല ജ്വല്ലറി ഡിസൈനർമാരെയും ഒരു ചീഫ് ഡിസൈനറെയും റിക്രൂട്ട് ചെയ്യണം ആദ്യം. ചില വ്യക്തമായ പ്ലാനുകളോടെ അർജുൻ പറഞ്ഞു. തീർച്ചയായും സാർ, ഞാൻ അതുപോലെ ചെയ്യാം, ആനന്ദ് പറഞ്ഞു. ഓക്കെ, എന്നാൽ ആനന്ദ് ഇപ്പൊ പോയിക്കോളൂ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അർജുൻ പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം പ്രയാഗയുടെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരുന്നു. എന്നത്തെയും പോലെ അർജുനാണ് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കിയത്. അവൻ എല്ലാവർക്കും അത് വിളമ്പിക്കൊടുത്തു. ദൈവം നമ്മുടെ കൂടെയുണ്ട് മോളെ. ഇന്നെനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. നമ്മളെ ഇത്രയധികം അപമാനിച്ചതിനും വേദനിപ്പിച്ചതിനും ആ
ഗൗതമിന് തക്കതായ ശിക്ഷ തന്നെ കിട്ടിയല്ലോ. കഴിഞ്ഞ 1 വർഷമായി അവൻ കാരണം നമ്മൾ എന്തെല്ലാം സഹിച്ചു. എന്തായാലും അതിനുള്ളതെല്ലാം അവന് കിട്ടി. ആ ആനന്ദ് കലക്കി. അവന് നേരിട്ട് കണ്ടൊരു നന്ദി പറയണം. മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ മുഖത്ത് മുമ്പെങ്ങുമില്ലാത്ത സന്തോഷം നിറഞ്ഞു. കേട്ടോ മോളെ, ഇന്ന് 2 ഉരുളച്ചോറ് ഞാൻ അധികം ഉണ്ണും. ആ മാധവനും കൂട്ടർക്കും അങ്ങനെ തന്നെ കിട്ടണം. ഇത്രയും കണ്ണിൽ ചോരയില്ലാത്തവരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തായാലും എനിക്ക് സമാധാനായി, രേണുക സന്തോഷത്തോടെ പറഞ്ഞു. പുതിയ ചെയർമാൻ കമ്പനിയുടെ എല്ലാ ജ്വല്ലറികളും ഫാക്ടറികളും വെവ്വേറെ ആയിട്ടല്ല, ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. അത് ഭാവിയിൽ ഷെയർ വാല്യൂ കൂട്ടാൻ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റും കൂടും. നമ്മൾ ഇത്രയും കാലം അലട്ടിയ വലിയ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ കരകയറി എന്ന് തന്നെ പറയാം, മഹാദേവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. ജ്വല്ലറി വ്യവസായത്തിലെ മാറ്റം ആ നഗരത്തിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു. ശ്രാവണ ജ്വല്ലേഴ്സിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ മാധവനെയും ഗൗതമിനെയും കുറിച്ചുള്ള വാർത്തകൾ നഗരത്തിലാകെ പരന്നു. ഇക്കാരണത്താൽ അവരെ പുറത്തെവിടെ കണ്ടാലും ആൾക്കാർ അടക്കം പറയുകയും കളിയാക്കി ചിരിക്കുകയും മറ്റും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ അധികം പുറത്തിറങ്ങാതെയായി. പ്രാദേശിക ചാനലുകളും ഇവരെക്കുറിച്ച് വാർത്തകൾ ഇറക്കി. മഹാദേവൻ അന്ന് പത്രം വായിച്ചപ്പോഴും അവരുടെ ബിസിനസിനെ കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ ശ്രാവണ ഗ്രൂപ്പുകളുടെ ഡെവലപ്മെന്റ് സംബന്ധിച്ച് ആനന്ദ് ഉണ്ടാക്കിയ പദ്ധതിയെക്കുറിച്ചും അതിലുണ്ടായിരുന്നു. അത് കണ്ടതും പ്രയാഗയും കുടുംബവും സന്തോഷിച്ചു. നമ്മളെ നാണം കെടുത്തുമെന്ന് പറഞ്ഞ് അപമാനിച്ചവനാണ് ഇന്ന് അതുപോലെ നാണം കെട്ട് നിൽക്കുന്നത്. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസ് കൈകാര്യം ചെയ്യുന്നതിൽ അവരെല്ലാം പരാജയപ്പെട്ടു. രാജമന്ദ്ര പോലുള്ള കമ്പനി നമ്മുടെ കമ്പനിയെ ഏറ്റെടുത്തത് എന്തായാലും നന്നായി. എങ്കിലും അച്ഛന്റെ സമ്പാദ്യം മുഴുവൻ പുറത്തുനിന്ന് ഒരാളുടെ കയ്യിലായതിൽ ഒരു വിഷമമുണ്ട്, മഹാദേവൻ പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ശ്രാവണ ഗ്രൂപ്പിനെ കുറിച്ച് ആവലാതിപ്പെടുന്നത്? നിങ്ങളുടെ അച്ഛൻ എപ്പോഴെങ്കിലും നമ്മളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് കൊടുത്തതുപോലുള്ള അംഗീകാരം നിങ്ങൾക്ക് തരണമെന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് നൽകിയതുപോലെ സ്വത്തുക്കൾ നമുക്ക് നൽകിയില്ലല്ലോ. ഇല്ല. പിന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് വെറുതെ അതും ഇതും ആലോചിച്ച് വിഷമിക്കുന്നത്? ഇനി മുതൽ പുതിയ ചെയർമാന്റെ തീരുമാനങ്ങൾ അനുസരിച്ച് നീങ്ങാം. എന്താണെന്ന് വെച്ചാൽ അയാൾ ഇപ്പോ അവരുടെ കമ്പനിയെയും നമ്മുടെ കമ്പനിയെയും ഒരുപോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളും കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ്. ഇനി എപ്പോ വേണമെങ്കിലും മീറ്റിംഗിനായി നിങ്ങൾക്ക് ശ്രാവണ ടവറിലേക്ക് പോകാം, രേണുക സന്തോഷത്തോടെ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. എന്തായാലും നമ്മുടെ കുടുംബത്തിന് നല്ല കാലം വന്നിരിക്കുന്നു, മഹാദേവൻ പറഞ്ഞു. അന്നേരം പ്രയാഗയുടെ മുഖവും സന്തോഷം കൊണ്ട് തിളങ്ങി. മുമ്പത്തെ പോലെ സങ്കടകരമായ മുഖമല്ല. പെട്ടെന്ന് ആ കുടുംബത്തിൽ ശാന്തവും സന്തോഷപ്രദവുമായ അന്തരീക്ഷം ഉടലെടുത്തു. പ്രയാഗ, ദേ ഇത് നോക്ക്. അർജുൻ അവളെ തന്റെ ഫോൺ കാണിച്ചുകൊണ്ട് പറഞ്ഞു. നിലവിലുള്ള ഡിസൈനർമാർക്ക് പകരം പുതിയ ഡിസൈനർമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ ചെയർമാൻ ആനന്ദ് സോഷ്യൽ മീഡിയയിൽ ഒരു ആഡ് നൽകിയിട്ടുണ്ട്. നിനക്കൊന്ന് ശ്രമിച്ചുകൂടെ? അർജുൻ പറഞ്ഞു. ഓ, എന്റെ മോൾ എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാനായോ നീ? അവന്റെ ഒരു ഉപദേശം. നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി മോളെ, രേണുക ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ പ്രയാഗ ആഭരണ ഡിസൈനിങ്ങിൽ ബിരുദം നേടിയിരുന്നുവെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ജ്വല്ലറി ഡിസൈനിങ്ങിൽ അവൾക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. എല്ലാറ്റിനും ഉപരിയായി പ്രയാഗ എപ്പോഴും അവളുടെ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ഡിസൈനുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് അവൻ ശ്രദ്ധിക്കാറുണ്ട്. രാജ്യം കണ്ട ഏറ്റവും മികച്ച ഡിസൈനർ ആകണമെന്നാണ് അവളുടെ സ്വപ്നം. എന്നാൽ സ്വന്തം കുടുംബത്തിന്റെ ജ്വല്ലറിയിൽ ഇതേ ആഗ്രഹവുമായി ചെന്നിട്ട് അവളെ അവർ തഴയുകയായിരുന്നു. അവളുടെ ഡിസൈനുകൾ വളരെ മികച്ചതായിട്ടും മാനേജ്മെന്റ് അവൾക്ക് അവസരം നൽകിയില്ല. ഇതെല്ലാം ഗൗതമും കൂട്ടരും മനഃപൂർവ്വം ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് കാരണം അവൾ അർജുന്റെ ഭാര്യയായി എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ആനന്ദിലൂടെ തന്റെ ഭാര്യയുടെ ടാലന്റ് ഈ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ അർജുൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അർജുൻ പറഞ്ഞ ഓഫർ വളരെ നല്ലതാണെന്ന് അവൾക്ക് തോന്നി. അവളുടെ മുഖത്ത് എക്സൈറ്റ്മെന്റ് നിറഞ്ഞു. അവൾ അവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അത് വായിക്കാൻ തുടങ്ങി. ഈ ഓഫർ വളരെ നല്ലതാണ് അർജുൻ, ഞാൻ എന്തായാലും ഒരു കൈ നോക്കാം, അവൾ പറഞ്ഞു. ജ്വല്ലറി ഡിസൈൻ പഠിച്ച ഞങ്ങളുടെ മോള് ഇത്രയും വർഷം കമ്പനിയിൽ നിന്ന് വിലക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ലോകോത്തര ഡിസൈനർ ആകുമായിരുന്നു. ഓരോ സമയദോഷം, രേണുക അല്പം നിരാശയോടെ പറഞ്ഞു. മോളെ, മുൻപ് നിന്റെ കഴിവും അറിവും വളരാൻ എന്റെ ഏട്ടനും അനിയനും സമ്മതിച്ചില്ല. ഇനിയിപ്പോ ആ പേടി വേണ്ടല്ലോ. അതുകൊണ്ട് നിനക്ക് മുന്നിലുള്ള ഒരു വലിയ അവസരമാണിത്. നീ ആത്മാർത്ഥമായി ശ്രമിക്കണം. ഉറപ്പായി എന്റെ മോൾ വിജയിക്കും, മഹാദേവൻ പറഞ്ഞു. ഷുവർ അച്ഛാ, ഞാൻ ഈ ജോബ് അപ്ലൈ ചെയ്യാം, പ്രയാഗ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അവൾ ആ ജോലി സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോഴേക്കും പ്രയാഗ,
ഏത് ഡിസൈനാണ് നിന്റെ റെസ്യൂമിന്റെ കൂടെ അയക്കേണ്ടതെന്ന് ആലോചിച്ചോ? ഞാനൊരു ഡിസൈൻ പറയട്ടെ? അവൻ ചോദിച്ചു. അർജുൻ, അതിന് ഓർണമെന്റ് ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ നിനക്കറിയുമോ? പ്രയാഗ അത്ഭുതത്തോടെ ചോദിച്ചു. സ്കൂൾ പഠനകാലത്താണ് അർജുൻ ജ്വല്ലറി ഡിസൈനിങ്ങിനെ കുറിച്ച് പഠിച്ചത്. അന്നു മുതൽ അവനത് ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു. എനിക്ക് ചെറുപ്പത്തിൽ ഓർണമെന്റ്സ് ഡിസൈനിങ്ങിൽ താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അവൻ അല്പം വിഷമത്തോടെ പറഞ്ഞു. ആണോ? അവൾ കൗതുകത്തോടെ ചോദിച്ചു. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അവളുടെ മുഖം ഇത്ര സന്തോഷത്തോടെ കാണുന്നത്. അവൻ പറയുന്നതെല്ലാം ആവേശത്തോടെ കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ടോപ്പിക് മാറ്റാതെ മനഃപൂർവ്വം അവൻ ഡിസൈനിങ്ങിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. പ്രയാഗ സംസാരിക്കുമ്പോൾ ചലിക്കുന്ന കാതിലെ കമ്മലിനെയും തിളങ്ങുന്ന മിഴികളെയും അവൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. ഇന്ന് അവൾ കൂടുതൽ സുന്ദരിയായതുപോലെ തോന്നി അവന്. അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കിയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് രണ്ടുപേരും ഭക്ഷണം കഴിച്ച് കൈ കഴുകി വന്നു. എന്റെ ബെഡ്റൂമിലേക്ക് വാ അർജുൻ, ഞാൻ നേരത്തെ വരച്ച ഡിസൈനുകൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പ്രയാഗ അവനെയും കൂട്ടി തന്റെ മുറിയിലേക്ക് നടന്നു. രേണുകയും മഹാദേവനും ആശ്ചര്യത്തോടെ പരസ്പരം നോക്കി. അർജുനും പ്രയാഗയും വിവാഹിതരായിട്ട് 2 വർഷമായി. ഈ 2 വർഷത്തിനിടയിൽ അർജുൻ ഒരിക്കൽ പോലും പ്രയാഗയുടെ മുറിയിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൺമുന്നിൽ നടക്കുന്നത് വിശ്വസിക്കാനായില്ല. അർജുൻ അവൾക്കൊപ്പം അവളുടെ മുറിയിൽ കയറി. ആദ്യമായി തന്റെ ഭാര്യയുടെ മുറിയിലേക്ക് കയറിയപ്പോൾ അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവളുടെ മുറി വളരെ വൃത്തിയുള്ളതും അടുക്കും ചിട്ടയോടുമുള്ളതായിരുന്നു. അവൻ ചുറ്റും നോക്കി, ഒന്ന് ചിരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചതും ഒരു ഇളങ്കാറ്റ് വീശി. പെട്ടെന്ന് അവിടമാകെ ഒരു നല്ല സുഗന്ധം വരാൻ തുടങ്ങി. അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു. തന്റെ ശക്തി ഉപയോഗിച്ച് അവൻ ആ മുറിയിൽ ഒരു പ്ലസന്റ് റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം പ്രയാഗ തന്റെ ഡെസ്കിൽ നിന്നൊരു വലിയ ഡ്രോയിങ് ബുക്ക് എടുത്ത് അർജുന്റെ മുന്നിൽ വെച്ചു. ഞാൻ ഇതുവരെ വരച്ച ഡിസൈനുകളെല്ലാം ഇതിലുണ്ട്, അവൾ തിളങ്ങുന്ന കണ്ണുകളോടെ പറഞ്ഞു. അർജുൻ ആ ബുക്കിലെ പേപ്പറുകൾ ഓരോന്നായി എടുത്ത് സൂക്ഷിച്ചു നോക്കി. വാവ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അവൻ ഓരോ പേജ് മറിക്കും തോറും അവൾ ആ ഡിസൈനിനെ കുറിച്ച് അവനോട് വിശദീകരിക്കുന്നുണ്ട്. നിനക്ക് ശരിക്കും ഇത്ര കഴിവുണ്ടായിരുന്നോ? അർജുൻ ആശ്ചര്യത്തോടെ അവളെ നോക്കി. അവന്റെ ആശ്ചര്യത്തോടെയുള്ള നോട്ടം കണ്ട അവളുടെ മുഖം വിടർന്നു. കവിളുകൾ ചുവന്നു തുടുത്തു. അധ്യായം 7. നിനക്ക് ആഭരണങ്ങളെ കുറിച്ച് ഇത്രയധികം അറിയാമെന്ന് ഞാൻ വിചാരിച്ചില്ല. അർജുൻ അവളുടെ ഡിസൈൻസ് കണ്ട് അഭിപ്രായം പറയാൻ തുടങ്ങിയതും പ്രയാഗ അത്ഭുതത്തോടെ പറഞ്ഞു. അർജുൻ മൃദുവായി പുഞ്ചിരിച്ചെങ്കിലും മറുപടിയൊന്നും പറഞ്ഞില്ല. സത്യത്തിൽ ഒരു നല്ല ഡിസൈനർ ആകാൻ ഞാൻ ഒരുപാട് നാളായി കൊതിക്കുന്നു. ശ്രാവണയിൽ നിന്ന് റിജക്റ്റ് ആയപ്പോ ഞാൻ കുറച്ച് ചെറിയ ജ്വല്ലറീസിലൊക്കെ പോയി അന്വേഷിച്ചിരുന്നു. എന്റെ ഡിസൈനുകൾക്ക് എക്സ്പെൻസീവ് ഡയമണ്ട്സ് ഒക്കെ ആവശ്യമാണ്. അത് വളരെ ചെലവേറിയ ജോലിയാണ്. ഞാൻ പോയി സംസാരിച്ച ഒരു ജ്വല്ലറിയും അത്രയൊന്നും സ്പെൻഡ് ചെയ്യാൻ വില്ലിങ് ആയിരുന്നില്ല, പ്രയാഗ സങ്കടത്തോടെ പറഞ്ഞു. അവൾ പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന അർജുന് അവൾ എത്ര പാഷനേറ്റ് ആയാണ് ഈ പ്രൊഫഷനെ കാണുന്നതെന്ന് മനസ്സിലായി. വെയിറ്റ്, ഞാനൊന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ ആവേശത്തോടെ തന്റെ ഡെസ്കിൽ നിന്ന് ഭദ്രമായി വെച്ച ചുവന്ന ഒരു പെട്ടി പുറത്തെടുത്തു. നല്ല ശ്രദ്ധയോടെ അവൾ അത് അവന്റെ മുന്നിൽ വെച്ച് തുറന്നു. എന്നിട്ട് അതിനുള്ളിൽ നിന്ന് ഒരു കട്ടിയുള്ള കടലാസ് പുറത്തെടുത്തു. അവൾ അത് കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഏറെ പ്രിയപ്പെട്ട എന്തോ ആണ് അതെന്ന് അർജുന് മനസ്സിലായി. ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെയും ആഗ്രഹത്തോടെയും ഡിസൈൻ ചെയ്ത ഒന്നാണിത്. എന്റെ ഒരുപാട് എഫർട്ട് ഉണ്ട് ഇതിൽ, പ്രയാഗ വിടർന്ന കണ്ണുകളോടെ പറഞ്ഞു. അർജുൻ ആ പേപ്പർ എടുത്ത് സൂക്ഷിച്ചു നോക്കി. അവൻ ആ ഡിസൈൻ നോക്കുന്തോറും അത് അവനെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. അത് കണ്ടപ്പോൾ തന്നെ പ്രയാഗയ്ക്ക് ജ്വല്ലറി ഡിസൈനിങ്ങിൽ അസാമാന്യ കഴിവുണ്ടെന്ന് അവന് ബോധ്യമായി. ഇത്രയും കഴിവുള്ള പ്രയാഗയെ തഴഞ്ഞ അവളുടെ കുടുംബക്കാരെ ഓർത്ത് അവന് ദേഷ്യം വന്നു. ഒരുപക്ഷെ അവൾ ഈ ഫീൽഡിൽ ഷൈൻ ചെയ്യുമെന്ന് തോന്നി മനഃപൂർവ്വം ഒഴിവാക്കിയതായിരിക്കുമെന്ന് അവൻ കരുതി. അർജുൻ പ്രയാഗയുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു നിമിഷം കണ്ണടച്ച് തുറന്നതും ആ പേപ്പറിലുള്ള ഡിസൈനിന് കൂടുതൽ പെർഫെക്ഷൻ വന്നു. ഒറ്റ നോട്ടത്തിൽ പ്രയാഗയ്ക്ക് പോലും കണ്ടെത്താനാവില്ലെങ്കിലും അവൻ വരുത്തിയ ചേഞ്ചസ് കാരണം ആ ഡിസൈൻ ഒന്നുകൂടെ മെച്ചപ്പെട്ടു. ഈ ഡിസൈൻ ഒരു പ്രത്യേക ആകർഷണമുണ്ട്. ഇത് തീർച്ചയായും ഈ ലോകം മുഴുവൻ കാണേണ്ട ഒരു ഡിസൈനാണ്. നിന്റെ ടാലന്റ് എന്താണെന്ന് എല്ലാരും അറിയണം. സത്യം പറഞ്ഞ ഈ ഡിസൈൻ നിർമ്മിക്കാൻ വളരെ വിലയേറിയ ഡയമണ്ട്സ് ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ ഈ ഡിസൈൻ ഒരു കംപ്ലീഷൻ കിട്ടൂ, പ്രയാഗയോട് അർജുൻ പറഞ്ഞു. യെസ് അർജുൻ, ഞാൻ പറഞ്ഞില്ലേ ചിലവ് വരും, പ്രയാഗ പറഞ്ഞു. ട്രസ്റ്റ് മീ,
ഇതൊരു ഓർണമെന്റായി വന്നാൽ നീ ലോകം മുഴുവൻ അറിയപ്പെടും. എല്ലാവരും നിന്റെ കഴിവിനെ പ്രൈസ് ചെയ്യും. അർജുൻ പറഞ്ഞതും അവന്റെ വാക്കുകൾ അവളുടെ കണ്ണുകളിൽ തിളക്കമായി നിറഞ്ഞു. ഇരുവരും ഒരുപാട് നേരം ആഭരണങ്ങളെക്കുറിച്ചും ഡിസൈനുകളെക്കുറിച്ചും സംസാരിച്ചു. അവൾ ചെയ്ത ഡിസൈനുമായി ഇന്റർവ്യൂവിന് പോകാൻ അവർ തീരുമാനിച്ചു. ഈ ഡിസൈൻ ചെയർമാൻ ആനന്ദിന് ഇഷ്ടപ്പെടുമായിരിക്കുമല്ലേ? അല്ല, എന്താ ഇതിനൊരു പേരിടുക? പ്രയാഗ ചോദിച്ചു. ശരിയാണല്ലോ, ഇതിന്റെ ബ്യൂട്ടി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പേര് തന്നെ കണ്ടെത്തണം, അർജുൻ പറഞ്ഞു. അവർ രണ്ടുപേരും ആലോചിക്കാൻ തുടങ്ങി. ദി ഡയമണ്ട് കിങ്, ഈ പേരെങ്ങനെ? അർജുൻ ചോദിച്ചതും അവൾ വീണ്ടും അതേ പേര് ഉച്ചരിച്ചു. ദി ഡയമണ്ട് കിങ്. കൊള്ളാം, എനിക്കിഷ്ടായി, പ്രയാഗ പറഞ്ഞു. ആവേശം കൊണ്ട് തിളങ്ങുന്ന അവളുടെ മുഖത്തേക്ക് അർജുൻ നോക്കി നിന്നു. അതിനുശേഷം പ്രയാഗ ഉടൻ തന്നെ ആനന്ദിന് റെസ്യൂം മെയിൽ ചെയ്തു. ഇമെയിൽ അയച്ച് അല്പസമയത്തിനകം ആനന്ദിൽ നിന്നും അവൾക്ക് മറുപടിയും ലഭിച്ചു. യുവർ ഡിസൈൻ ഈസ് വെരി ഇംപ്രസീവ്. ഇറ്റ് ക്ലിയർലി ഷോസ് യുവർ ടാലന്റ്. പ്ലീസ് കം ടു മൈ ഓഫീസ് ടുമാറോ വിത്ത് യുവർ ഡിസൈൻസ് എന്നായിരുന്നു മെയിലിന്റെ ചുരുക്കം. അത് കണ്ട പ്രയാഗ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഓടിച്ചെന്ന് അർജുനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവനൊന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്നാണ് താൻ എന്താ ചെയ്തതെന്ന ബോധ്യം അവൾക്കും ഉണ്ടായത്. പെട്ടെന്ന് അവനെ വിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കാതെ സോറി എന്നവൾ പറഞ്ഞു. ആ നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവനും നിന്നു. എന്താ മോളെ ഒരു ശബ്ദം കേട്ടത്? രേണുക സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. ആദ്യമായി അവരുടെ സാന്നിധ്യം അർജുന് ഒരു ആശ്വാസം നൽകി. അവർ തമ്മിലുണ്ടായ ആ ഓക്വേർഡ് മൊമെന്റിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് കഴിഞ്ഞു. അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയതും അവൾ ആ ഇന്റർവ്യൂവിന് പോകുകയാണെന്ന് വീട്ടിൽ എല്ലാവരോടും പറഞ്ഞു. പിറ്റേന്ന് രാവിലെ പ്രയാഗ അർജുനുമായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രാവണ ടവറിലേക്ക് പുറപ്പെട്ടു. പ്രയാഗയുടെ ജ്വല്ലറി ഡിസൈനുകൾക്ക് ചെയർമാന്റെ ലെവലിലുള്ള ഒരാൾ ആദ്യമായി അംഗീകാരം നൽകിയതിന്റെ ത്രില്ലിലായിരുന്നു അവൾ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അർജുൻ, അതുപോലെ തന്നെ ടെൻഷനും. ആനന്ദിനെ പോലെ ഒരു വലിയ ആളോട് നേരിട്ട് സംസാരിക്കാൻ പോവുകയാണ് ഞാൻ, അതും ആദ്യമായി, പ്രയാഗ അർജുനോട് പറഞ്ഞു. ടെൻഷൻ എന്തിന്? അർജുൻ ചോദിച്ചു. അത് പിന്നെ അദ്ദേഹം ചോദിക്കുന്നതിന് ഞാൻ ശരിയായ ഉത്തരം പറയുമോ? അഥവാ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടില്ലേ? അങ്ങനെ കുറെ തോട്ട്സ്, അവൾ മടിച്ചു പറഞ്ഞു. നീ അധികം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിന്റെ ഡിസൈനിങ് സ്കില്ലിനെ കുറിച്ച് അയാളോട് നന്നായി പറയുക, ബാക്കി വരുന്നത് പോലെ വരട്ടെ, അർജുൻ അവൾക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് പറഞ്ഞു. എന്റെ ഡിസൈൻ എല്ലാം ഭംഗിയായി ഓർണമെന്റ്സ് ആക്കണം, എല്ലാവരും അത് കാണണം. ഉഫ്, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത്, അവൾ ആവേശത്തോടെ പറഞ്ഞു. ഈ ആവേശത്തോടെ അവിടെ ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി, നിന്റെ എല്ലാ ആഗ്രഹവും നടക്കും, അർജുൻ കളിയോടെ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു, പ്രയാഗ ചിരിച്ചു. എങ്കിൽ എന്റെ വക അഡ്വാൻസായി ഒരു കൺഗ്രാജുലേഷൻസ് വെച്ചോ, അർജുൻ അവളെ ആശംസിച്ചു. താങ്ക്സ് അർജുൻ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്, പ്രയാഗ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടാക്സി ശ്രാവണ ടവറിൽ നിന്നു. ഇരുവരും ടാക്സിയിൽ നിന്നിറങ്ങി ലിഫ്റ്റിൽ കയറി. അവിടെ നിന്ന് അവർ 25-ാം നിലയിലെത്തി. ആ നിലയിലാണ് ചെയർമാന്റെ ഓഫീസ്. എല്ലാ ജീവനക്കാരും ഔപചാരിക സ്യൂട്ടിൽ വളരെ തിരക്കിലാണ് ജോലി ചെയ്യുന്നത്. അവർ ഓഫീസിൽ കയറിയപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരെല്ലാം അമ്പരന്നു. പ്രയാഗ, നീ എന്താ ഇവിടെ? ആരോട് ചോദിച്ചിട്ടാണ് നീ ഇങ്ങോട്ട് വന്നത്? അപ്പോയിന്റ്മെന്റ് വല്ലതും ഉണ്ടോ? അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവളോട് ചോദിച്ചു. അവരുടെ ചോദ്യത്തിന് മുന്നിൽ അവൾ അല്പം പരിങ്ങി. കാവ്യ മാഡം വാൺ ചെയ്തതല്ലേ ഓൾറെഡി, നിന്റെ ഈ ഭർത്താവിനെയും കൂട്ടി അവരുടെ മുന്നിൽ എത്തരുതെന്ന്. എന്നിട്ടും എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നിങ്ങൾ രണ്ടാളും ഇവിടെ വന്നത്? അവർ വീണ്ടും ചോദിച്ചു. അർജുൻ എന്റെ ഹസ്ബൻഡാണ്, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ അവനുമായി ഇവിടെ വരും. പ്രയാഗ ഫയലും കയ്യിൽ പിടിച്ച് ചെയർമാന്റെ ക്യാബിനിലേക്ക് പോയി. പ്രയാഗ, സ്റ്റോപ്പ് ഇറ്റ്! ഒരു ശബ്ദം അവളുടെ നടത്തം തടഞ്ഞു. അവൾ ശബ്ദം വന്ന ഭാഗത്തേക്ക് നോക്കി. ഗ്രേ കളർ സ്യൂട്ടിൽ അവളുടെ ഇളയ സഹോദരി കാവ്യ നടന്നു വരുന്നത് അവൾ കണ്ടു. കാവ്യ ഇപ്പോൾ ശ്രാവണ ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറും ചീഫ് ജ്വല്ലറി ഡിസൈനറുമാണ്. പാലക്കൽ മൈത്രേയന്റെ മകളായതിനാൽ അവൾക്ക് ആ കമ്പനിയിൽ എതിരാളികളില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരം അവൾക്കുണ്ടായിരുന്നു. ഹായ് കാവ്യ, പ്രയാഗ പറഞ്ഞു. നിന്റെ ഹായ് ഒന്നും എനിക്ക് കേൾക്കണ്ട. നീ എന്ത് ധൈര്യത്തിലാ പിന്നെയും എന്റെ മുന്നിൽ വന്നത്, അതും ഈ യൂസ്ലെസ്സിനെയും കൊണ്ട്? കാവ്യ അർജുനെ അറപ്പോടെ നോക്കി. സോറി കാവ്യ, ഞാനും അർജുനും ഇവിടെ ഒരു അത്യാവശ്യ കാര്യത്തിനാ വന്നത്. അത് കഴിഞ്ഞ ഉടൻ ഞങ്ങൾ പോകും, പ്രയാഗ അല്പം പേടിയോടെ പറഞ്ഞു. കയ്യിൽ വന്ന അവസരം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് അവൾ. കാരണം ഇത്രയും നാളും അവളുടെ അച്ഛന്റെ കുടുംബം അവളുടെ കഴിവിനെ ചവിട്ടി മെതിച്ചു.
അതോടൊപ്പം അപകർഷതാബോധവും അവളിൽ ഉണ്ടായിരുന്നു. നീ എന്തിനാ അവളോട് മാപ്പ് പറയുന്നേ? അവളോട് നീ വല്ല തെറ്റും ചെയ്തോ? അർജുൻ ചോദിച്ചു. നീ ആരാ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? കാവ്യ അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു. നിന്നോട് സംസാരിക്കാൻ ധൈര്യത്തിന്റെ ആവശ്യം എന്തിനാ? നിന്നെ ഭയക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അന്ന് നിന്റെ എൻഗേജ്മെന്റിന് എന്റെ തെറ്റല്ലായിരുന്നിട്ട് കൂടി ഞാൻ മാപ്പ് പറഞ്ഞു. ഇനി അതില്ല. സമാധാനത്തിലെങ്കിലും അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അർജുൻ, നിന്നോട് ഞാൻ പറഞ്ഞത് നീ മറന്നോ? അവിടെ മറ്റാരുടെയോ ശബ്ദം കേട്ട് അവർ മൂവരും തിരിഞ്ഞു നോക്കി. രാഹുലായിരുന്നു അത്. അവൻ ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു. അന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ലൈഫിൽ ഇനി ഒരിക്കലും എന്റെ കൺമുന്നിൽ വരരുത് എന്നല്ലേ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ശ്രാവണ ഗ്രൂപ്പിൽ രാഹുൽ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്ടർമാരുടെ ലിസ്റ്റിൽ അവനുണ്ട്. രാഹുലിനെ കണ്ടതും പ്രയാഗയുടെ ഭയം കൂടിക്കൂടി വന്നു. ഈ സംസാരം എങ്ങോട്ടേക്കാ പോകുന്നതെന്ന ടെൻഷനിലായിരുന്നു അവൾ. പെട്ടെന്ന് കാവ്യ പ്രയാഗയുടെ കയ്യിലെ ഫയൽ കണ്ടു. ഓ, നീ ഡിസൈനും സർട്ടിഫിക്കറ്റും എല്ലാം എടുത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണോ വന്നത്? നിന്നെ പോലെ തന്നെ നീ ചെയ്ത ഡിസൈനും ലോ ക്ലാസ് ആയിരിക്കും. കുടുംബം പോറ്റാൻ ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിൽ നിനക്ക് ചേരുന്ന ഏതെങ്കിലും ജോലി നോക്കണം, അല്ലാതെ എത്താ കുമ്പത്ത് ചാടി പിടിക്കാൻ നോക്കരുത്. കാവ്യ അവളെ പരിഹസിച്ചു. പ്രയാഗ മറുപടി ഒന്നും പറഞ്ഞില്ല. നീ എത്ര കാലം കൊണ്ട് ഡിസൈൻ വർക്ക് ചെയ്യുന്നു? ഏതെങ്കിലും ഒന്ന് പുറം ലോകം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ കമ്പനിയിലെ ചീഫ് ഡിസൈനർ ഞാനാണ്. ഞാൻ ഒരിക്കലും നിന്റെ ഡിസൈൻ അംഗീകരിക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. കാവ്യ തുടരെ അവളെ അധിക്ഷേപിച്ചു. പ്രയാഗയ്ക്ക് അത് കേട്ട് നല്ല വിഷമം വന്നു. എന്തിനാ കാവ്യ നീ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? നമ്മളെല്ലാം ഒരു കുടുംബമാണ്. അത് നീ മറന്നോ? നീ എന്തിനാ എന്നെ ഇത്ര വെറുക്കുന്നത്? പ്രയാഗ ദേഷ്യത്തോടെയും വിഷമത്തോടെയും ചോദിച്ചു. കാവ്യ മറുപടി ഒന്നും പറയാതെ ഉച്ചത്തോടെ പ്രയാഗയെ നോക്കി. എന്റെ ഡിസൈനുകൾ കാണാതെ നിനക്ക് എങ്ങനെ പറയാനാകും അത് മോശമാണെന്ന്? നീ ഒന്ന് നോക്കിയിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ പോലും ഞാൻ അംഗീകരിച്ചേനെ, പ്രയാഗ പറഞ്ഞു. ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ഈ പേപ്പറെല്ലാം വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിയാൻ, കാവ്യ പറയവേ പ്രയാഗയ്ക്ക് വിഷമമായി. അവളുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിനെയാണ് കാവ്യ ഇത്തരത്തിൽ അപമാനിച്ചത്. അവളുടെ ചുണ്ടുകൾ വിറച്ചു. കാവ്യ കാരണമാണ് ശ്രാവണയിൽ തന്റെ ഡിസൈൻസ് ഇതുവരെ എടുക്കാഞ്ഞതെന്ന് അവൾക്ക് തോന്നി. കാവ്യക്ക് എന്തിനാണ് തന്നോട് ഇത്ര ശത്രുത എന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്റെ ഡിസൈൻ അത്രയും മോശമാണെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും കാവ്യ? അവൾ ചോദിച്ചു. ഞാൻ ഈ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു ഡിസൈനറാണ്. ഞാൻ ചെയ്ത ആഭരണങ്ങളാണ് ഈ മാർക്കറ്റിൽ ഏറ്റവും നല്ലത്. നീ ചെയ്ത ഏതെങ്കിലും ഒരു ഡിസൈൻ ഇതുവരെ പുറംലോകം കണ്ടിട്ടുണ്ടോ? കാവ്യ ധാർഷ്ട്യം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? പെട്ടെന്ന് അവിടെ ഗൗരവമേറിയ ഒരു ശബ്ദം കേട്ടു. ഓഫീസ് ആകെ നിശബ്ദമായി. ആനന്ദായിരുന്നു അത്. കാവ്യയെയും രാഹുലിനെയും ദൂരെ നിന്ന് കണ്ടിട്ടാണ് ആനന്ദ് അവിടെ എത്തിയത്. കാവ്യയ്ക്കും രാഹുലിനും ഒരു നിമിഷം ഭയം തോന്നി. രാജമന്ദ്ര ഗ്രൂപ്പിൽ നിന്നുള്ള ആനന്ദിനെ എതിർക്കാൻ അവർക്ക് ധൈര്യമില്ല. കാരണം ആനന്ദിന്റെ ദേഷ്യം എന്താണ് എന്ന് അവർ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്താ രാവിലെ ഒരു വഴക്ക്? ആനന്ദ് ചോദിച്ചു. ഒന്നുമില്ല ചെയർമാൻ, ഇവിടെ വഴക്കൊന്നുമില്ല. കമ്പനിയെ കുറിച്ച് ഒന്നും അറിയാതെ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളത് പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു, രാഹുൽ പറഞ്ഞു. ഓ അതെയോ? നിങ്ങൾ രണ്ടുപേർക്കും ആ നിയമങ്ങളെല്ലാം നന്നായി അറിയാമല്ലോ, ആനന്ദ് ചോദിച്ചു. സാർ, ഇത് പ്രയാഗ. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെയാണ് ഇവർ രണ്ടുപേരും ഇവിടെ എത്തിയത്. അതാണ് ഞങ്ങൾ, രാഹുൽ പറഞ്ഞു. മിസ്റ്റർ രാഹുൽ, ഞാനാണ് അവരോട് എന്നെ വന്ന് കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആനന്ദ് കൂളായി ചോദിച്ചു. അത് കേട്ട് രാഹുൽ നിശബ്ദനായി. പിന്നെ ഈ ഓഫീസ് കോറിഡോറിൽ നിന്ന് ഇങ്ങനെ ബഹളം വെക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? ആനന്ദ് ചോദിച്ചതും രാഹുലിന്റെയും കാവ്യയുടെയും മുഖം മാറി. ഓഫീസിൽ അനാവശ്യ വഴക്കുകൾ ഉണ്ടാക്കരുത്. ഇനി ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ രണ്ടുപേരും എന്നേക്കുമായി ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, ആനന്ദ് ഗൗരവത്തിൽ പറഞ്ഞു. അധ്യായം 8. ആനന്ദ് രാഹുലിനും കാവ്യയ്ക്കും താക്കീത് നൽകുകയും പ്രയാഗയോടും അർജുനോടും ക്യാബിനിലേക്ക് വരാനും ആവശ്യപ്പെട്ടു. പ്രയാഗ അവരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആ നാശം പിടിച്ചവൾ കൊണ്ടുവന്ന ഡിസൈൻ ആനന്ദ് അപ്രൂവ് ചെയ്യുമോ രാഹുൽ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, കാവ്യ അക്ഷമയോടെ പറഞ്ഞു. കാവ്യ, നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. എത്ര നല്ല ഡിസൈൻ ആയാലും അതിന് ലാസ്റ്റ് അപ്രൂവ് ചെയ്യേണ്ടത് നീയാണ്. നീയല്ലേ കമ്പനിയുടെ ചീഫ് ഡിസൈനർ. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന്, രാഹുൽ പറഞ്ഞു.
ആ, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ ആനന്ദ് അയാൾ വളരെ റൂഡാണ്. അയാളുടെ തീരുമാനത്തെ നമ്മൾ എതിർത്താൽ അയാൾ നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ? അവൾ ഭയത്തോടെ പറഞ്ഞു. ഇപ്പൊ അവന്റെ സമയമാണ്. പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആവില്ല. കാവ്യ, നീ റിലാക്സ് ചെയ്യേ. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അവൻ നമ്മുടെ വഴിയെ വരും, ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവരും. രാഹുൽ അവളെ ആശ്വസിപ്പിച്ചു. അതേസമയം ക്യാബിന്റെ ഉള്ളിൽ ആനന്ദ് തന്റെ ചെയറിൽ ഇരുന്ന ശേഷം പ്രയാഗയോടും അർജുനോടും ഇരിക്കാൻ ആവശ്യപ്പെട്ടു. താങ്ക്സ് പറഞ്ഞുകൊണ്ട് പ്രയാഗ ചെയറിൽ ഇരുന്നു. മിസ്സിസ് പ്രയാഗ, ഇന്നലെ കാണിച്ച ഡിസൈൻ വളരെ നന്നായിരുന്നു. അവൻ അവളെ അഭിനന്ദിച്ചുകൊണ്ട് തന്റെ സംസാരം ആരംഭിച്ചു. താങ്ക് യു സർ. അവൾ പതിയെ പുഞ്ചിരിച്ചു. ഇത് തന്റെ ഹസ്ബൻഡ് ആണോ? അവൻ അർജുനെ കാണിച്ചുകൊണ്ട് ചോദിച്ചു. അതെ സർ. അവൾ അല്പം മടിയോടെ പറഞ്ഞു. ഓക്കെ, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്നലെ പറഞ്ഞ പോലെ താൻ ചെയ്ത ഡിസൈൻസ് ഒക്കെ കൊണ്ടുവന്നോ? ആനന്ദ് ചോദിച്ചു. യെസ് സർ, ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ തന്റെ ഡിസൈൻ ബുക്ക് എടുത്ത് അവന്റെ മുന്നിൽ വെച്ചു. എവിടെ നോക്കട്ടെ? അവൻ അത് വാങ്ങി പേജുകൾ മറിക്കാൻ തുടങ്ങി. വാവ്, ബ്യൂട്ടിഫുൾ. അവളുടെ ഡിസൈനുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ളതാണെന്ന് ആനന്ദിന് മനസ്സിലായി. ആക്ച്വലി ശ്രാവണ ജ്വല്ലേഴ്സിൽ ഇപ്പോഴുള്ള ഡിസൈൻസ് എല്ലാം വളരെ പഴയ മോഡൽസ് ആണ്. തന്റെ ഈ ഡിസൈനിൽ ഓർണമെന്റ് ആക്കിയാൽ അതിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ആയിരിക്കുമെന്ന് തോന്നുന്നു. ആനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അതുവരെ അല്പം ടെൻഷനിലായിരുന്ന പ്രയാഗയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. പ്രയാഗ, ഈ പെർട്ടിക്കുലർ ഡിസൈൻ ഓർണമെന്റ് ആക്കാൻ ഏകദേശം എത്ര ചിലവ് വരുമെന്നാണ് തോന്നുന്നത്? അവളുടെ മാസ്റ്റർ പീസ് ഡിസൈൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആനന്ദ് ചോദിച്ചു. സർ, എന്റെ കാൽക്കുലേഷനിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപ ചിലവ് വരുമെന്ന് തോന്നുന്നു. അവൾ ആത്മവിശ്വാസത്തോടെ മറുപടി കൊടുത്തു. ഓക്കെ, എങ്കിൽ നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കണം. ഐ ലവ് ദാറ്റ് പീസ്. ഇറ്റ്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ആൻഡ് വൺ മോർ തിങ്, ഇനി ഇവിടുത്തെ ചീഫ് ഡിസൈനർ പ്രയാഗയായിരിക്കും. ആനന്ദ് പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടി. സന്തോഷം കാരണം എന്ത് പറയണമെന്ന് തന്നെ അറിയാതെ അവൾ നിന്നു. സർ, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഒരു സാധാരണ ജോലി മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. സർ, ഞാൻ ചീഫ് ഡിസൈനർ ആവാൻ എനിക്കത് സാധിക്കുമോ? ഒരേ സമയം പേടിയും സന്തോഷവും കൊണ്ട് അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. തനിക്കിതിന് കഴിയും പ്രയാഗ. യു ഹാവ് ദാറ്റ് ഗിഫ്റ്റ് വിത്തിൻ യു. ആനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ ചർച്ചകളെല്ലാം മിണ്ടാതെ കേട്ടിരിക്കുകയാണ് അർജുൻ. പ്രയാഗയുടെ തീരുമാനം പറഞ്ഞാൽ ഞാൻ മറ്റ് ബോർഡ് മെമ്പേഴ്സിനോട് ഈ കാര്യം പറയാം. തനിക്ക് ഇന്നു മുതൽ തന്നെ ജോലിയിൽ കയറാം. ഈ പ്രൊജക്ട് മാർക്കറ്റിൽ എത്തിയാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇരട്ടിയാകും. അതുപോലെ ഇതൊരു ട്രെൻഡ് സെറ്റർ ആവുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആനന്ദ് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് താങ്ക് യു സോ മച്ച് സർ. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. അവൾ പറഞ്ഞു. പ്രയാഗ, എന്നോട് താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആനന്ദ് പറഞ്ഞുകൊണ്ട് അർജുനെ മെല്ലെ നോക്കി. അർജുൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവനെ തിരിച്ചു നോക്കി. അല്ല, തന്റെ ഹസ്ബൻഡിന് എന്താണ് ജോലി? അയാൾക്കും ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? അവൻ ചോദിച്ചു. യെസ് സർ, അർജുനൻ ചെറുപ്പം മുതൽ ജ്വല്ലറി ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആണ്. ലൈഫിലെ ചില സിറ്റുവേഷൻ കാരണം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നതാ. അവൾ പറഞ്ഞു. ഓ, അർജുനും ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അയാളും ഡിസൈനറായി ജോയിൻ ചെയ്യട്ടെ. ആനന്ദ് പറഞ്ഞതും പ്രയാഗ സന്തോഷത്തോടെ അർജുനെ നോക്കി. അത് ഞാൻ ഈ ഫീൽഡിൽ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല സർ. പറ്റുമെങ്കിൽ ഞാൻ പ്രയാഗയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. അത്രേ എന്നെ കൊണ്ടാകൂ. അവൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. സർ, അങ്ങനെയെങ്കിൽ അർജുനെ എന്റെ അസിസ്റ്റന്റ് ആക്കാമോ? പ്രയാഗ ഒരു അപേക്ഷ എന്നോണം ചോദിച്ചു. അത് എന്നോട് ചോദിക്കേണ്ട പ്രയാഗ. താനാണ് ഇപ്പോ ഇവിടുത്തെ ചീഫ് ഡിസൈനർ. സോ തീരുമാനം എടുക്കേണ്ടതും താനാണ്. അതിനുള്ള പൂർണ്ണ അധികാരം ഇപ്പോൾ തനിക്കുണ്ട്. ആനന്ദ് പറഞ്ഞു. പ്രയാഗ സന്തോഷത്തോടെ അർജുനെ തന്റെ അസിസ്റ്റന്റ് ആക്കുകയും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു. ശേഷം അർജുനും പ്രയാഗയും ആനന്ദിനൊപ്പം ക്യാബിനിൽ നിന്നിറങ്ങി. ഇറങ്ങി വന്നപ്പോഴുള്ള പ്രയാഗയുടെ മുഖത്തെ സന്തോഷം കണ്ട് എല്ലാവരും അതിശയിച്ചു. ആനന്ദ് ഓഫീസ് ഹാളിൽ വന്നു നിന്നു. ഹലോ ഓൾ, ജസ്റ്റ് എ മിനിറ്റ്, എല്ലാവരോടുമായി പറഞ്ഞു. എല്ലാവരും ജോലി നിർത്തിവെച്ച് അങ്ങോട്ട് വന്നു. കമ്പനിയുടെ ഓർണമെന്റ് ഡിസൈനിങ്ങിൽ കുറച്ചധികം മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇനി മുതൽ മിസ്സിസ് പ്രയാഗ അർജുനായിരിക്കും നമ്മുടെ ചീഫ് ഡിസൈനർ. അവൻ പറഞ്ഞു. പ്രയാഗ ചീഫ് ഡിസൈനർ ആയതറിഞ്ഞ് എല്ലാവരും ഞെട്ടി. കാവ്യയ്ക്കാണെങ്കിൽ അത് തന്റെ മുഖത്ത് ഏറ്റ അടിയായി തോന്നി. വർഷങ്ങളായി അവളാണ് ആ പൊസിഷനിലുള്ളത്. അപ്പോഴാണ് അവളോടൊന്നും അനുവാദം ചോദിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം ആനന്ദ് എടുത്തത്.
അതും തനിക്കിഷ്ടമില്ലാത്ത പ്രയാഗയ്ക്ക് തന്നെ ആ പോസ്റ്റ് കൊടുത്തത് അവൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഇവിടെ മറ്റാരോടും ആലോചിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? കാവ്യ വളരെയധികം ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ആനന്ദിനോട് ചോദിച്ചു. ഞാൻ ആരാണെന്ന് നിനക്ക് ഇനിയും അറിയില്ലേ? ഞാൻ ഈ കമ്പനിയുടെ ചെയർമാനാണ്. ഇതെന്റെ തീരുമാനവും. അല്ല, എന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നീ ആരാ? അവനും ചോദിച്ചു. ആനന്ദിന്റെ വാക്കുകൾ അവൾക്ക് വലിയ രീതിയിൽ ദേഷ്യവും അപമാനവും ഉണ്ടാക്കി. തിരിച്ചു മറുപടി പറയണമെന്നുണ്ടെങ്കിലും വരും വരായികളെ കുറിച്ച് ആലോചിച്ച് അവൾ മിണ്ടാതെ നിന്നു. ആനന്ദ് സർ, ഈ തീരുമാനം വളരെ പെട്ടെന്നായിപ്പോയി. പ്രയാഗയ്ക്ക് എന്ത് ടാലന്റ് ആണുള്ളത് ചീഫ് ഡിസൈനർ ആകാൻ? ഓൾറെഡി കാവ്യ ചീഫ് ഡിസൈനർ പൊസിഷനിലുള്ളപ്പോൾ എങ്ങനെയാണ് പ്രയാഗയ്ക്ക് ആ ജോലി കൊടുക്കാൻ കഴിയുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരും ഇത് സമ്മതിക്കില്ല. രാഹുൽ അമർഷം കടിച്ചമർത്തി പറഞ്ഞു. അത് കേട്ട് ആനന്ദ് പൊട്ടിച്ചിരിച്ചു. പ്രയാഗയുടെ ഡിസൈൻ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അവളെ അപ്പോയിന്റ് ചെയ്തു. ഇതിൽ മൂന്നാമതൊരാളുടെ ഒപ്പീനിയൻ എനിക്ക് ആവശ്യമില്ല. മനസ്സിലായോ? തൽക്കാലം രാഹുലിന്റെ ജോലി നോക്കിയാൽ മതി, ആനന്ദ് പരിഹാസത്തോടെ പറഞ്ഞു. രാഹുലിന് നല്ല ദേഷ്യം വന്നു. എന്നാൽ അവൻ അത് കടിച്ചമർത്തി നിന്നു. ആ സിറ്റിയിലെ 1-ാം നമ്പർ കുടുംബമാണ് അവന്റെ കുടുംബം. ആരും അവനെ ഇങ്ങനെ തരം താഴ്ത്തി സംസാരിച്ചിട്ടില്ല. പാലക്കൽ വീട്ടുകാർക്ക് പോലും അവനോട് എന്തെങ്കിലും സംസാരിക്കാൻ പേടിയാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആനന്ദ് രാഹുലിനോട് അങ്ങനെ സംസാരിച്ചപ്പോൾ പലരും അത്ഭുതപ്പെട്ടു. കമ്പനിയിൽ ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ആവശ്യമാണ്. പ്രയാഗയുടെ ദി ഡയമണ്ട് കിങ് ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഡിസൈൻ കണ്ടതിന് ശേഷമാണ് ഞാൻ അവൾക്ക് ചീഫ് ഡിസൈനറായി സ്ഥാനം കൊടുത്തത്. ഏകദേശം 10 ലക്ഷം രൂപ മുടക്കിയാണ് ആ ഡിസൈൻ ചെയ്യുന്നത്. അത് കമ്പനിയുടെ സ്റ്റാൻഡേർഡിനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ടാണ് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇത്രയും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ശ്രാവണ ജ്വല്ലറീസിന്റെ മാർക്കറ്റ് റീച്ച് കൂട്ടാൻ വേണ്ടി 1 മാസത്തിന് ശേഷം ഒരു ഓർണമെന്റ് എക്സിബിഷൻ നടത്താൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അതിലേക്ക് ആർക്ക് വേണമെങ്കിലും ഓർണമെന്റ്സ് ഉണ്ടാക്കാം, എക്സിബിഷനിൽ വെക്കാം. പബ്ലിക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിന്റെ ഉടമയെ ചീഫ് ഡിസൈനറായി ഞാൻ പ്രഖ്യാപിക്കും. ഈ മത്സരത്തിൽ ആർക്കും പങ്കെടുക്കാം, ആനന്ദ് പറഞ്ഞു. എന്നിട്ട് അർത്ഥം വെച്ച പോലെ കാവ്യയെ ഒന്ന് നോക്കി. 10 ലക്ഷം രൂപയോ? ഇവളെ പോലെ ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇത്രയും ഹ്യൂജ് എമൗണ്ട് മുടക്കാനോ? അതിന്റെ ആവശ്യമുണ്ടോ? കാവ്യ ദേഷ്യത്തിൽ ചോദിച്ചു. ഷട്ടപ്പ്. അവൾ ഇപ്പോൾ ഈ കമ്പനിയുടെ ചീഫ് ഡിസൈനറാണ്. സോ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, ആനന്ദ് ദേഷ്യത്തിൽ പറഞ്ഞു. അവന്റെ ദേഷ്യത്തോടെയുള്ള വാക്കുകൾ കേട്ട് ആ ഹാൾ നിശബ്ദമായി. ഞങ്ങൾക്ക് ഈ മത്സരത്തിന് സമ്മതമാണ്, കൂടുതലൊന്നും ചിന്തിക്കാതെ രാഹുൽ പറഞ്ഞു. ആനന്ദ്, ഞാനുമുണ്ട്. ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഓർണമെന്റ്സും എക്സിബിഷനിൽ ഉണ്ടാകും. ഇവിടെ ആർക്കാണ് കൂടുതൽ ടാലന്റ് എന്ന് അറിയണമല്ലോ, കാവ്യ ധാർഷ്ട്യം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഓക്കെ ദെൻ, എല്ലാവരും അവരവരുടെ ജോലി ചെയ്തോളൂ, ആനന്ദ് പറഞ്ഞുകൊണ്ട് അവൻ ക്യാബിനിലേക്ക് പോയി. ഡി, നീ ഒരുപാട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണ്ട. നിലവിട്ട് താഴെ വീണാൽ കയ്യും കാലും ഒടിയും. ചീഫ് ഡിസൈനർ ആകാൻ വന്നിരിക്കുന്നു. നിന്നെ ഡിസൈനിങ് എന്താണെന്ന് ഞാൻ പഠിപ്പിക്കും, കാവ്യ ദേഷ്യത്തോടെ പറഞ്ഞു. ഈ മത്സരത്തിൽ ഞാൻ ജയിക്കും, പ്രയാഗ പറഞ്ഞു. നമുക്ക് കാണാം, കാവ്യയും പറഞ്ഞു. പ്രയാഗ, 10 ലക്ഷം മുടക്കി ഈ ഡിസൈൻ ചെയ്യാനും മാത്രം കോമൺ സെൻസ് ഇല്ലേ നിനക്ക്? ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി ആൻഡ് ടൈം, രാഹുൽ അവരെ നിരുത്സാഹപ്പെടുത്താനായി പറഞ്ഞു. ഇനിയും അവരുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ലാതെ അർജുൻ പ്രയാഗയുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോയി. അവരുടെ വാക്കുകൾ കേട്ട പ്രയാഗയുടെ ആത്മവിശ്വാസം കുറയുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. നീ ആരെന്ത് പറയുന്നു എന്ന് നോക്കാൻ നിൽക്കണ്ട, നിന്റെ ജോലി നന്നായി ചെയ്യുക, നീ തീർച്ചയായും വിജയിക്കും, അവനത് പറഞ്ഞു. തിരിഞ്ഞ് കാവ്യയെയും രാഹുലിനെയും രൂക്ഷമായി നോക്കി. ശേഷം പ്രയാഗയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഓഫീസിൽ ശക്തമായ കാറ്റ് വീശുകയും അവിടെ ഉണ്ടായിരുന്ന പേപ്പറുകളെല്ലാം ചിതറിത്തെറിക്കുകയും ചെയ്തു. എന്താ നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. വീട്ടിൽ ചെന്ന് പ്രയാഗയ്ക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞതും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് രേണുകയായിരുന്നു. എന്റെ മോൾ ചീഫ് ഡിസൈനറായി, ആദ്യ ദിവസം തന്നെ 10 ലക്ഷത്തിന്റെ പ്രൊജക്റ്റും കിട്ടി. ഓ, ഇതുപോലൊരു സന്തോഷമുള്ള ദിവസം എനിക്കുണ്ടായിട്ടില്ല, രേണുക സന്തോഷത്തോടെ പറഞ്ഞു. അമ്മേ, ഞാനിപ്പോൾ ഒരു ഡിസൈനർ മാത്രമാണ്. മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ഞാൻ ചീഫ് ഡിസൈനർ ആകൂ, പ്രയാഗ പുഞ്ചിരിയോടെ പറഞ്ഞു. മോളെ, നിന്റെ ജോലിയിൽ നിനക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന് ഇപ്പോഴും സംശയമുണ്ടോ? ചെയർമാന് വരെ നിന്റെ കഴിവ് മനസ്സിലായി, അതുകൊണ്ട് നിന്റെ കഴിവിൽ നീയും വിശ്വസിക്കണം, രേണുക അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു.
അതേ മോളെ, ആനന്ദ് നിന്നിൽ അർപ്പിച്ച വിശ്വാസം നീ നിലനിർത്തണം. ഈ എക്സിബിഷനിൽ നീ ഉറപ്പായും വിജയിക്കും. മഹാദേവൻ പറഞ്ഞു. ശരി അച്ഛാ. അച്ഛന്റെയും അമ്മയുടെയും വാക്കുകൾ അവൾക്ക് ആത്മവിശ്വാസമേകി. എല്ലാം നന്നായി വന്നെങ്കിലും രേണുകയ്ക്ക് അർജുനോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല. ഇന്നും നീ അവരുമായി വഴക്കുണ്ടായെന്ന് കേട്ടു. നിനക്കെന്താ പറ്റിയത്? ആ രാഹുലിന്റെ കൂടെ പോയി വഴക്കുണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവൻ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അർജുനെ ശകാരിച്ചു അവർ. എന്നിട്ട് പ്രയാഗയ്ക്ക് നേരെ തിരിഞ്ഞു. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ അസിസ്റ്റന്റ് ആക്കാൻ? ഇവൻ കാരണം ഉള്ള ജോലി കൂടി പോകും. അതുകൊണ്ട് നീ ഇവരെ മാറ്റി വേറെ കഴിവുള്ള ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യേ. രേണുക അവജ്ഞയോടെ പറഞ്ഞു. എന്റെ അമ്മേ, മതി, നിർത്ത്. അർജുന് ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അവനെ എന്റെ അസിസ്റ്റന്റ് ആക്കിയത്. പ്രയാഗ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ അവരത് വിശ്വാസം വരാത്ത രീതിയിൽ അർജുനെ നോക്കി. എന്ത് വേണേലും ചെയ്യേ, പക്ഷെ ഇവനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവർ പറഞ്ഞു. നീ ഞങ്ങളെ നാണം കെടുത്തരുതിനിയും. നീ കാരണം ഓഫീസിൽ പ്രയാഗയ്ക്കോ അവളുടെ ജോലിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല, രേണുക ഭീഷണിയോടെ പറഞ്ഞു. അർജുൻ അവർ പറഞ്ഞത് കേട്ടതല്ലാതെ ഒന്നും മിണ്ടിയില്ല. പ്രയാഗയ്ക്കും മഹാദേവനും രേണുക അർജുനെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് വലിയ വിഷമമായിരുന്നു. പക്ഷേ രേണുകയെ തിരുത്താനും അവർക്ക് കഴിഞ്ഞില്ല. ഇതിനിടയിൽ വിഷയം മാറ്റാൻ എന്നോണം മഹാദേവൻ അർജുനെ വിളിച്ചു പറഞ്ഞു. അർജുൻ, എന്റെ ഈ ടാബ്ലറ്റ് തീർന്നു. നീ പുറത്തു പോകുന്നുണ്ടെങ്കിൽ എനിക്കിത് വാങ്ങിക്കൊണ്ടു തരാമോ? അതിനെന്താച്ചാ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അർജുൻ പുറത്തേക്കിറങ്ങി. അതേസമയം ആ സ്ഥലത്ത് 2 കറുത്ത ലക്ഷറി കാറുകൾ വന്നു നിന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അർജുൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മഹാദേവനുള്ള മരുന്ന് വാങ്ങി പുറത്തേക്ക് നടന്നു. ഗൗതമിൽ ദേഷ്യം ആളിക്കത്തി. എന്റെ അധികാരം ചോദ്യം ചെയ്യാൻ നീ ആരാ? ഗൗതം തിരിച്ചു ചോദിച്ചു. ആ, അപ്പൊ നീ അറിഞ്ഞില്ലേ? ഞാൻ ഈ ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസിന്റെ ചീഫ് ഡിസൈനറുടെ അസിസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാ അസിസ്റ്റന്റ് ഡിസൈനർ. അല്ല, പാലക്കൽ തറവാട്ടിലെ അടുത്ത അനന്തരാവകാശി ഓഫീസിന്റെ തറ തുടച്ച് വൃത്തിയാക്കിയെന്ന് കേട്ടല്ലോ. അതുള്ളതാണോ ഗൗതം? അവൻ ഗൗതമിനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. ദേഷ്യവും നാണക്കേടും കൊണ്ട് ഗൗതം ഒന്നും മിണ്ടിയില്ല. അർജുൻ പ്രയാഗയുമായി അവിടെ നിന്നും പോകാൻ തിരിഞ്ഞതും ഗൗതം അർജുനെ ചവിട്ടാനാഞ്ഞു. അതേസമയം തന്നെ ഹർഷൻ അവനെ ചവിട്ടി നിലത്തിട്ടു. ആരാടാ നീ? നിനക്കെന്ത് ധൈര്യമുണ്ടായിട്ടാണ് എന്നെ ചവിട്ടിയത്? തറയിൽ നിന്ന് എണീറ്റ് ഗൗതം ഹർഷനോട് ചോദിച്ചു. നീ ആരാണെങ്കിൽ എനിക്ക് എന്താ? ഞാൻ ഹർഷൻ, പ്രയാഗ മാഡത്തിന്റെ ബോഡി ഗാർഡും ഡ്രൈവറുമാണ്. മാഡത്തിനോ മാഡത്തിന്റെ അസിസ്റ്റന്റിനോ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നവും ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. ഇറ്റ്സ് മൈ ഡ്യൂട്ടി, ഹർഷൻ മറുപടി പറഞ്ഞു. യു ബ്ലഡി! ഗൗതം ഹർഷന്റെ നേരെ പായാനാഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ ഹർഷന്റെ തടിമിടുക്കുള്ള ശരീരം കണ്ടതും അവനൊന്ന് അടങ്ങി. ഇനിയും തല്ല് മേടിച്ചു കൂട്ടാൻ വയ്യാത്ത പോലെ. പിന്നെ പ്രയാഗയ്ക്ക് നേരെ തിരിഞ്ഞു. നീ ഒരുപാട് അഹങ്കരിക്കണ്ടടി. ഈ എക്സിബിഷനിൽ നീ നിന്റെ ഡിസൈൻ വയ്ക്കുന്നത് എനിക്കൊന്ന് കാണണം. നിനക്കറിയില്ല ഈ ഗൗതം മാധവ് ആരാണെന്ന്. അവൻ വീണ്ടും വീരസാഹസം വിളമ്പാൻ തുടങ്ങിയതും അർജുൻ ഹർഷനെ നോക്കി ആംഗ്യം കാണിച്ചു. അതേസമയം ഹർഷൻ ഗൗതമിന്റെ കഴുത്തിൽ പിടിച്ചു വലിച്ചു. ഏയ്, എന്താണിത്? വിട്, വിടാൻ! അവൻ ഹർഷനോട് അലറി. അപ്പൊ മിസ്റ്റർ ഗൗതം, നീയും നിന്റെ ഈ കാറും ഇപ്പോ എന്റെ മാഡത്തിന്റെ മുന്നിൽ ഒരു തടസ്സമാണ്. നീയായി അത് മാറ്റിയാൽ നല്ലത്, ഭീഷണി പോലെ ഹർഷൻ പറഞ്ഞു. അവന്റെ ഭീഷണിക്ക് മുന്നിൽ ഭയന്ന് ഗൗതം അവന്റെ പിടിയിൽ നിന്നും മാറി കാറിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് മുന്നിൽ വന്ന ശേഷം, പ്രയാഗ, നീ ഓർത്തോ, ഈ മത്സരത്തിൽ നീ ജയിക്കില്ല. ജയിക്കാൻ ഈ ഗൗതം സമ്മതിക്കില്ല. നിനക്കോ ഇവനോ അറിയില്ല ഞാൻ ആരാണെന്ന്. അതിനി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അവൻ അല്പം ഭയത്തോടെയും അപമാനിതനായതിന്റെ ദേഷ്യത്തോടെയും പറഞ്ഞു. അധ്യായം 10. ദിവസങ്ങൾ അതിവേഗം കടന്നു പോകവേ പ്രയാഗ അവളുടെ ശ്രദ്ധ പൂർണ്ണമായും ദി ഡയമണ്ട് കിങ് എന്ന പ്രൊജക്റ്റിൽ മാത്രമാക്കി. കൂട്ടത്തിൽ അർജുൻ അവൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഒരു ഫോൺ വന്നതും അർജുൻ അടുത്തേക്ക് ചെന്നു. പ്രയാഗ, ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്. പ്രയാഗയുടെ യാത്ര പറഞ്ഞുകൊണ്ട് അവൻ ശ്രാവണ ടവറിൽ നിന്നും പുറത്തിറങ്ങി. അവിടെ അവനെയും കാത്ത് ഒരു കറുപ്പ് കളർ കാറിൽ സ്വാമി അങ്കിൾ നിൽപ്പുണ്ടായിരുന്നു.